സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് UDFന്റെ ചില അഞ്ചിന പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ അത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ഈ അഞ്ചിന പരിപാടിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. അതുപോലെ മറ്റു പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സ്വയം സംരംഭത്വം കണ്ടെത്തുന്നതിന് വേണ്ടി യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും. കോളേജ് വിദ്യാർത്ഥിനികളായ കുട്ടികൾക്ക് അവർക്ക് 1000 രൂപ വെച്ച് മാസം കൊടുക്കും. ഇങ്ങനെ 5 പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിക്കപ്പെട്ടത്, ജനങ്ങൾ ഏറ്റെടുത്തത്, ശ്രദ്ധിക്കപ്പെട്ടത് KSRTC സ്ത്രീ യാത്രക്കാർക്ക്, ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം എന്ന് പിന്നീട് വിശദീകരണം വന്നു, അവർക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. അത് പരക്കെ സ്വീകരിക്കപ്പെട്ടു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 102 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് വരുന്നു. ഇന്നിപ്പോൾ CP ജോൺ ആദ്യമായിട്ട് മന്ത്രിയായപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഈ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയാവുന്നു. അദ്ദേഹം KSRTCയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ പത്രക്കാർ ചോദിച്ചു, എങ്ങനെയാണ് KSRTCയിൽ നേരത്തെ പറഞ്ഞ പ്രവചനങ്ങൾ നടപ്പാക്കുമോ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. തീർച്ചയായും ഈ മാസം 15-ാം തീയതി തന്നെ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും. എല്ലാ സ്ത്രീ യാത്രക്കാർക്കും KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പറഞ്ഞു. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ മുഖ്യമന്ത്രി അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം വ്യക്തമാക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നു, KSRTCയിൽ സ്ത്രീജനങ്ങൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. പക്ഷേ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഓർഡിനറി ബസ്സുകളിലായിരിക്കും തൽക്കാലം നമ്മൾ ഇത് പരീക്ഷണാർത്ഥത്തിൽ പരിശോധിക്കപ്പെടുക അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുക. അതിനുശേഷം എന്താണ് ആ ഒരു നിലപാടുകൾ, അതായത് ഇപ്പോൾ ഓർഡിനറിയിൽ മാത്രം സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മറ്റുള്ള ഘടകങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുവാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ പോലും KSRTCക്ക് ഏതാണ്ട് 700 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം തന്നെ 175 കോടി KSRTCക്ക് സർക്കാരിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊരു അധിക ബാധ്യതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ ഇപ്പോൾ ഈ സ്ത്രീ യാത്രക്കാർക്ക് ഫ്രീ സർവീസ് കൂടി ഏർപ്പെടുത്തുമ്പോൾ അത് ഓർഡിനറി. ചെറിയ ചോദ്യം പറയൂ സാർ. ഇപ്പോൾ KSRTC ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? ഇപ്പോൾ നിലവിൽ KSRTC നഷ്ടത്തിലാണ് എന്നുള്ളതാണല്ലോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ കൊടുത്തോണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. നല്ല ചോദ്യമാണ് സാറ് പറഞ്ഞത്. അപ്പോൾ നിലവിലുള്ള അവസ്ഥയേക്കാൾ പരിതാപകരമായി ഇനി മറ്റൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ ടിക്കറ്റ് ഇതര വരുമാനത്തിൽ ഏത് തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പരിശോധിച്ചുകൊണ്ട് സമ്പൂർണ്ണ സൗജന്യ യാത്ര അനുവദിക്കാൻ പറ്റുമോ എല്ലാ ഇടങ്ങളിലും എന്നുള്ളത് പരിശോധിക്കും. ഇപ്പോൾ ഓർഡിനറിയിൽ മാത്രം നൽകുന്നു എന്നാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് സതീശനെ പറ്റിയല്ല, സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ സതീശന് സുധാകരനായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ നമ്മൾ സതീശനെ വിമർശിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത കാണുന്നത്, സതീശൻ ഓൾ ഓഫ് എ സഡൻ എല്ലാ KSRTCയുടെ മുഴുവൻ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കയ്യടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് തോന്നുമായിരുന്നു. ഇതാ വിഷയത്തെ പഠിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനാണ് സതീശൻ നോക്കുന്നത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ദൂരയാത്രക്കാരാണ് കൂടുതലായിട്ട് പോകുന്നത്. ഓർഡിനറി ബസ് കുറച്ച്, പക്ഷെ താഴെയുള്ള ഗ്രാമപ്രദേശത്തുള്ള സാധാരണ കടകളിൽ ജോലി ചെയ്യുന്നവരെ, ആശാവർക്കന്മാരെ, അംഗൻവാടി പ്രവർത്തകരെ, ഇങ്ങനെയുള്ളവരൊക്കെ യാത്ര ചെയ്യുന്നു. ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ യാത്ര ചെയ്യുന്നത്. അത് അങ്ങനെ ദിവസക്കൂലിക്കാരായിട്ട് പോകുന്ന അവർക്കൊക്കെ പോയി വരാൻ സൗകര്യം ഓർഡിനറിയിലാണ് പോകുന്നത്. അവർ വളരെ ഫാസ്റ്റ് പലരും കയറാറില്ല, സൂപ്പർ ഫാസ്റ്റിലോട്ടും കയറാറില്ല, സ്വിഫ്റ്റിൽ കയറാറില്ല. അത് ട്രെയിനിൽ പോകാൻ വേറെ തിരിവുണ്ടോ? സാർ ഒന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ, ഒന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സാധാരണ ഈ ബസ് കൂലി കഷ്ടി കൊടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് ഒപ്പിച്ചു കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകളാണ് സാധാരണ ഈ ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്നത്. കാരണം ഫാസ്റ്റിലൊക്കെ പോകാൻ ഒരുപാട് പണം ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫാസ്റ്റ് പാസഞ്ചർ യാത്ര ഒഴിവാക്കിക്കൊണ്ട് സാധാരണ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തികമായി അവരെ പണമില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ യാത്രകൾ മുടങ്ങാതിരിക്കണം,
അവരുടെ ജോലികൾ മുടങ്ങാതിരിക്കണം, കുട്ടികളെ ആശുപത്രി കൊണ്ടുപോകുന്നത് പരിപാടികൾ മുടങ്ങാതിരിക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കണം. ഇതൊന്നും മുടക്കം വരരുത് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പദ്ധതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അത്തരം ആളുകൾക്ക് കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഓർഡിനറി ബസ്സുകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിലൂടെ തികച്ചും സാധാരണക്കാരായ ആളുകൾക്ക് സർക്കാരിൻ്റെ ഈ നേട്ടം പ്രയോജനപ്രദമാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഈ ഒരു. പിന്നെ രണ്ടാമത്തെ കാര്യം, പുതിയ സാമ്പത്തിക രംഗത്തെ പുതിയ തോമസ് ഐസക്കിൻ്റെ ഒക്കെ കാലത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കടം മേടിച്ചാലും വികസനം നടത്താം, അതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് ഇവിടെ എപ്പോഴും പറയുന്ന എക്കണോമിക്സിലെ പുതിയൊരു തിയറി എന്ന് പറയുന്നത്, പുതിയല്ല, നേരത്തെ പലരും പറയാറുണ്ട്, ഇൻഡ്യൂസ് മോർ മണി ഇൻ ടു മാർക്കറ്റ്. മാർക്കറ്റിൽ പണം എത്തണം, അത് കടം മേടിച്ചാണെങ്കിലും എത്തിക്കണം. പണം എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ജീവമാവും, ചലനാത്മകമായിരിക്കണം. അതനുസരിച്ച് തൊഴിലവസരങ്ങൾ കൂടും. ഇങ്ങനെ ഒത്തിരി കണക്കുകളും വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. ഇവിടെ മാർക്കറ്റിൽ പണം എത്തിക്കാനുള്ള മാർഗമായിട്ട് എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന കൺസെഷനെ കണ്ടുകൂടാ? കാരണം ഇവരിത് മേടിച്ച് ഈ വിഭാഗത്തിൽപ്പെട്ടവർ ഓർഡിനറി ബസ്സിൽ ഡെയിലി വേസിനോ മറ്റ് ചെറിയ ജോലിക്കോ പോകുന്നവർ ഇത് സമ്പാദിക്കാനല്ല ഉപയോഗിക്കുന്നത്, ബാങ്കിൽ കൊണ്ട് ഇടാനല്ല, ഡെപ്പോസിറ്റായിട്ട് ഇട്ടാക്കാനല്ല ഉപയോഗിക്കുന്നത്. മറിച്ച് ഇത് അപ്പോൾ മീൻ മേടിക്കാനും ഇറച്ചി മേടിക്കാനും പലചരക്ക് മേടിക്കാനും പച്ചക്കറി മേടിക്കാനും പിള്ളേരുടെ ട്യൂഷൻ ഫീസ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം അപ്പം 20 രൂപ അല്ലെ 25 50 രൂപ ടു ആൻഡ് ഫ്രോ മുടക്കുന്ന ആൾ 1500 രൂപ മാസം കിട്ടുകയാണ്. അംഗൻവാടിക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തില്ല, അംഗൻവാടിയിൽ ഒത്തിരി പേര് ജോലിക്ക് പോകുന്നവർ പലരും ഉണ്ട്. സാർ, അതിനൊരു ഞാൻ ഇടപെട്ട് സംസാരിക്കും. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. സ്വന്തം ജീവിതത്തിൽ എന്ന് പറയാം. ഞാൻ നമ്മുടെ ഓഫീസിൽ ജോലിക്ക് വന്നു പോകുമ്പോൾ ഒരു ദിവസം ജോലിക്ക് വരുന്നെങ്കിൽ എനിക്ക് 120 രൂപയാണ് ബസ് കൂലി ഇനത്തിൽ ചിലവാകുന്നത്. അപ്പോൾ അതൊരു സ്ത്രീ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 120 രൂപ ഒരു ദിവസം കിട്ടുമ്പോൾ അവരൊരു 10 20 അല്ലെങ്കിൽ 28 ദിവസം ഈ പണം മുടക്കുമ്പോൾ ഈ 4 5 അവധി ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സാമാന്യം മോശമില്ലാത്തൊരു തുക തന്നെയായിരിക്കും. അപ്പോൾ ആ തുക കൊണ്ട് സാറ് പറഞ്ഞതുപോലെ മാർക്കറ്റിൽ അവർക്കിത് കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ചലനാത്മകമാകും. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് സാറ്. ഇതാണ് ഞാൻ പറയാൻ വന്നത്. താങ്കൾ ഒബ്സർവേഷൻ 100% ഒബ്സർവേഷൻ. അപ്പം ഈ സ്ത്രീകളുടെ അടുത്തേക്ക് പൈസ എത്തിക്കഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്യില്ല. ബാറിലേക്ക് പോകുന്ന ഈ പൈസയുടെ വിഹിതം കുറവായിരിക്കും, മദ്യ ഷാപ്പിലേക്ക് പോകുന്നത് വളരെ കുറവായിരിക്കും. മറിച്ച് ഇത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, ആ ഉപയോഗം മുഴുവൻ മാർക്കറ്റ്, ചെറിയ മാർക്കറ്റ്, ഗ്രാമപ്രദേശത്തെ മാർക്കറ്റ് വളരെ വൈബ്രൻ്റ് ആവും ഇവരുടെ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ. അതെ, തീർച്ചയായും. ഇപ്പം തന്നെ തൊഴിലില്ലായ്മ വേതനം അതുപോലുള്ള അംഗൻവാടിക്കാർക്കുള്ളത് എന്നാ ഒത്തിരി ഉണ്ടല്ലോ. സ്ത്രീകൾക്ക് കിട്ടുന്ന ഇത്തരം കൺസെഷൻസ് ഒന്നുകിൽ സപ്ലൈക്കോയുടെ കടയിൽ നിന്ന് മേടിക്കത്തില്ലേ, സപ്ലൈക്കൊക്കെ ബിസിനസ് ആയില്ലേ. അതെ, തീർച്ചയായും. അത് പറയാമല്ലോ, സപ്ലൈക്കോയുടെ കാർഡായിട്ട് കൊടുക്കാം, ഇത് കാശായിട്ട് തന്നെ വേണമെന്നില്ല ഇങ്ങനെ പോകുന്നവർക്ക്. അല്ല സാർ, ഇപ്പോൾ ഒരു മാസം ഒരു 3000 രൂപ ഇവർക്ക് ഇതിലൂടെ അധിക വരുമാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു വീട്ടിൽ അത്യാവശ്യം ചില പലവ്യഞ്ജന സാധനങ്ങൾ അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഇവർക്ക് ഒരാൾക്ക് മാത്രമായിരിക്കും, വേറെയുള്ളവർക്കും എന്തെങ്കിലും ചെയ്ത് ഒരാളായിരിക്കില്ല. അതെ, അപ്പോൾ ഒരു കൺസ്യൂമർ ഒരു കൾച്ചർ, ഒരു സംസ്കാരം, ഉപഭോഗ സംസ്കാരം വരുമ്പോൾ ഈ 3000 രൂപ കൊണ്ട് പല കൈകളിലേക്ക് ഇത് ചെല്ലുമ്പോൾ പല രീതിയിലുള്ള ഉപഭോഗം അവിടെ നടക്കുകയല്ലേ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് രണ്ടാമത്തെ കാര്യം പറയാം. മെട്രോ റെയിൽ കോർപ്പറേഷൻ നഷ്ടത്തിലാണ്, അത് നിർത്തണമെന്നാരും പറയാത്തന്നെ. തീർച്ചയായും. എയർ ഇന്ത്യ നഷ്ടത്തിലായിരുന്നു, അത് നിർത്തണമെന്നാരും പറയാത്തന്നെ. റെയിൽവേ മാത്രമേ ലാഭമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതെങ്ങനെ ലാഭം? റെയിൽവേയിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഉണ്ട്, സ്ലീപ്പർ കോച്ചുകളുണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, AC ഉണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഓർഡിനറിക്ക് തൽക്കാലം ഓർഡിനറിക്ക് അനുവദിക്കുകയും അത് സക്സസ്ഫുൾ ആണെന്ന് കാണുകയും ആ നഷ്ടം KSRTCക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയെങ്കിൽ ഉറപ്പായിട്ടും അത് അടുത്ത നാളെ. അതാണ് സാർ അവിടുത്തെ ഒരു പ്രധാന പോയിന്റ്. അതാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ആദ്യം ഓർഡിനറിയിൽ നമ്മളിത് സർക്കാർ പരീക്ഷിച്ച് നോക്കുകയും സർക്കാർ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഓർഡിനറി ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നതോടുകൂടി അവിടെ എത്ര രൂപയുടെ കുറവ് വരുന്നുണ്ട്, എത്ര നഷ്ടമുണ്ട്, മറ്റ് ടിക്കറ്റേതര വരുമാനത്തിലൂടെ ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നു എന്നുള്ള കുറച്ച് നാളുകളത്തെ ആ പരീക്ഷണത്തിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റേതര വരുമാനം കൊണ്ട് ഇത് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റ് ദീർഘദൂര സർവീസുകളിൽ എവിടേക്ക് ഇത് അനുവദിക്കപ്പെടാൻ പറ്റും എന്നുള്ള കൃത്യമായ വിവരം മനസ്സിലാക്കുകയാണെങ്കിൽ അത് വലിയൊരു വിപ്ലവാത്മകമായ മാറ്റം തന്നെയാവും തീർച്ചയായും. ഡെയിലി പോകുന്നവർ, ഫാസ്റ്റ് പോകുന്നവർ കുറച്ച് പേരുണ്ട്, സൂപ്പർ ഫാസ്റ്റിൽ പോകുന്നവർ കാശ് വളരെ കൂടുതലാണ്, അത് കുറച്ചുകൂടെ കൂടുതൽ വളരെ കുറച്ചേ ഉള്ളൂ. ഡെയിലി പോകുന്നവർ
തിരുവനന്തപുരം അല്ലെ കാസർഗോഡ് അങ്ങനെ ഡെയിലി പോകുന്നവർ വളരെ കുറവ്, വല്ലപ്പോഴും ടൂറായിട്ട് വല്ല പോകുന്നവരേ ഉള്ളൂ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യം പോകുന്നതിന് വേണ്ടി അവർക്ക് നാളെ വേണേൽ ഫ്രീ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. പക്ഷെ അതിപ്പോൾ ചാടിക്കറി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സതീശനൊരു കോമാളിയെപ്പോലെ, തോമസ് ഐസക്കിൻ്റെ ഒരു കോമാളിയെപ്പോലെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്ന് പ്രായോഗികമായി പരിശോധിച്ച് ബോധ്യപ്പെടുന്ന ശേഷമാണ് അദ്ദേഹം നടത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ കയ്യടിക്ക് വേണ്ടി അല്ലാതെ നടത്തുന്ന പരിപാടി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഓർഡിനറി ബസ്സുകളിലെ യാത്ര കളിയാക്കല്ലേ വേണ്ടത്. സതീശനെ പറഞ്ഞിട്ട് എന്തായി, സ്ത്രീകൾക്ക് കുറേ പേർക്കേ ഉള്ളോ എന്നുള്ള ചോദ്യം വരുന്നതിന് പകരം ഇത് ഈ രീതിയിൽ മുമ്പോട്ട് പരീക്ഷണങ്ങൾ, എല്ലാ പരിഷ്കാരങ്ങളും അങ്ങനെ വേണം. ഇവിടെ നമ്മൾ പല പരിഷ്കാരങ്ങളും നമ്മൾ കണ്ടതാണ്, തലകുത്തി വീഴുന്ന കണ്ടതാണ്. അങ്ങനെ വീഴാതിരിക്കാൻ മുന്നോട്ട് തന്നെ നടന്നു പോകാൻ, ഉറച്ച സ്റ്റെപ്പോടെ നടന്നു പോകാൻ സതീശനും കേരള UDF ഗവൺമെൻറ് സാധിക്കണമെങ്കിൽ ഇത് കൃത്യമായി പരിശോധിച്ചറിഞ്ഞ ശേഷം മാത്രമേ ചെയ്യൂ. സാർ, ഇപ്പം ഇതിന് കുറ്റം പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ട് എല്ലാ ബസ്സുകളിലും സ്ത്രീകൾ യാത്രക്കാർക്ക് സൗജന്യം കൊടുക്കണില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. പിണറായി വിജയൻ സർക്കാർ 10 വർഷമാണ് ഭരിച്ചത്, 2 ടൈമായിട്ട്. ഈ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ സമരം വരുന്നത് 1 വർഷത്തിലധികം അവർ സമരം വരുന്നു. ഒരു 100 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചർച്ച എന്ന് പറഞ്ഞ പ്രഹസനത്തിൽ വിളിച്ചു വരുത്തി എന്നല്ലാതെ തെരഞ്ഞെടുപ്പ് കാലം വന്നു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ട് ഇനി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു എന്നല്ലാണ്ട് ഈ തോരാത്ത മഴയത്തും പൊരിവെയിലത്തും അവരുടെ ഒരു ടെൻറ്റ് പോലുമില്ല. ടെൻറ്റ് വരെ പൊളിച്ചുകൊണ്ടുപോയി സമരം ചെയ്യാൻ വേണ്ടി. മഴ കൊള്ളാതിരിക്കാൻ ടെൻറ്റ് അടിച്ചത്, ആ ടെൻറ്റ് വരെ പോലീസിന് വിട്ട് പൊളിപ്പിച്ച ആളാണ് പിണറായി വിജയൻ. അവർക്കൊരു 100 രൂപ കൂട്ടിക്കൊടുക്കുന്നതിൽ പോലും യാതൊരു തരത്തിൽ അനുകൂല മനോഭാവം പ്രകടിപ്പിക്കാതിരുന്ന ആളുകളാണ് ഇപ്പോൾ KSRTCയിൽ ഓർഡിനറിയിൽ മാത്രം കൊടുത്താൽ പോരാ സ്ത്രീകൾക്ക് സൗജന്യം എന്ന് പറയുന്നത്. ഇതിലെ വൈരുദ്ധ്യം തിരിച്ചറിയാൻ സാധാരണക്കാരായ മലയാളികൾക്ക് എന്തായാലും സാധിക്കും. എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം എടുക്കുന്ന ഈ ആദ്യത്തെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ വാഗ്ദാനത്തിൽ ആദ്യത്തെ ഒരു നടപടി എന്ന രീതിയിൽ KSRTC ഓർഡിനറിയിൽ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയും അതേ തുടർന്ന് അവർ നാളുകൾക്ക് ശേഷം അതിൻ്റെ സാധ്യാസാധ്യതകൾ പരിശോധിച്ച് മറ്റ് വിപുലമായ മാർഗങ്ങളിലേക്ക് കൂടി, സഞ്ചാര മാർഗങ്ങളിലേക്ക് കൂടി അല്ലെങ്കിൽ മറ്റുള്ള ബസ്സുകളിലേക്ക് കൂടി അത് വിപുലീകരിച്ച് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവരത് ആലോചിക്കട്ടെ. ഓർഡിനറിയിൽ എത്ര കാലം അത് ഓടും, അത് കിട്ടുന്നത് വലിയ സൗജന്യം തന്നെയാണ് തീർച്ചയായും. അതിന് നമുക്ക് ശ്ലാഘനീയമായ ഒരു രീതി തന്നെയാണ്, അതിനെ അഭിനന്ദിക്കാം. എന്തായാലും ഇതേ തുടർന്നുള്ള വിവാദങ്ങളല്ല വേണ്ടത്. നമുക്ക് സംയോജിതമായ ചർച്ചകളും പുരോഗമനപരമായ ആശയങ്ങളും പങ്കുവയ്ക്കപ്പെടണം. പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സർക്കാരിനും സാധിക്കണം.